യുവർ ഓണർ, ഒരമ്മ 10 മാസം ചുമന്നു പ്രസവിച്ചു വളർത്തി വലുതാക്കിയ ഒരു മകൻ 30 വർഷത്തെയെങ്കിലും ആത്മബന്ധം കാണും അവർ തമ്മിൽ. ഇത്രയും വർഷത്തെ ബന്ധമുള്ള അമ്മയും മകനും തമ്മിൽ ഒരു വഴക്കുണ്ടായാൽ അവർ ആദ്യം ഓടിയെത്തുന്നത് കോടതിയിലേക്കാണ്. കാരണം കോടതി എല്ലാവർക്കും ഒരു പ്രതീക്ഷയാണ് യുവർ ഓണർ. ശരിയാണ്, പക്ഷെ കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശക്തമായി ഇടപെടണം കോടതി. ഇടപെടുന്നുണ്ടല്ലോ. ഇനി ഒരു ആത്മഹത്യ ഉണ്ടാകാൻ പാടില്ല. അതിനെന്തെങ്കിലും പരിഹാരം നിർദ്ദേശിക്കാനുണ്ടോ? യെസ്, അതിന് KSRTC ലാഭത്തിലാകണം. അതെങ്ങനെ? അതിന് വേണ്ട ഡീറ്റെയിൽസ് ഇവിടെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ KSRTCയുടെ പ്രതിദിന കളക്ഷൻ ഏകദേശം 6 കോടി രൂപയാണ്. അത് 9 കോടി രൂപയായി ഉയർത്തിയാൽ ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങൾക്കൊരു പ്രതീക്ഷയാവും. ഈ PIL നിങ്ങളല്ലേ സബ്മിറ്റ് ചെയ്തത്? യെസ് യുവർ ഓണർ, ഞങ്ങളാണ്. സർക്കാർ സ്ഥാപനം എന്ന് പറഞ്ഞാൽ കാട്ടിലെ തടി തേവരുടെ ആന. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. നിങ്ങൾ ഈ പറയുന്ന പല കാര്യങ്ങളും സാധാരണക്കാർക്ക് പോലും അറിവുള്ളതാണ്. ശരി, പക്ഷെ ഇതൊക്കെ ആര് ഇംപ്ലിമെൻ്റ് ചെയ്യും? ഒരധികാരം തന്നാൽ നിങ്ങൾ ചെയ്യുമോ? വെറുതെ ഓരോന്ന് പറയാൻ എളുപ്പമാണ്. പറ്റും. സൈലൻസ്. വെറുതെ ചെറുപ്പത്തിന്റെ ആവേശം കൊണ്ട് എടുത്തിയാടരുത്. ഇത് കോടതിയാണ്. ജനങ്ങളുടെ സ്വത്താണ് നിങ്ങൾ ഏറ്റെടുക്കുന്നത്. ഈ പറയുന്നത് പോലെ വരുമാനം 9 കോടിയിലെത്തിക്കാൻ നിങ്ങൾ വിചാരിച്ചാൽ സാധിക്കുമോ? പറ്റും. ഇവരെങ്ങനെ? ഉചിതമായ തീരുമാനം കോടതിക്ക് എടുക്കാം. എന്തായാലും ഇനി ഒരു ആത്മഹത്യ ഉണ്ടാകാൻ പാടില്ല. ഇതിനൊക്കെ നിയമപ്രശ്നങ്ങളില്ലേ? നിയമപ്രശ്നങ്ങൾ കോടതിയുടെ നിർദ്ദേശങ്ങൾ സർക്കാരിന് സമർപ്പിക്കും. അവർക്ക് തീരുമാനിക്കാം. അവരുടെ തീരുമാനം എതിരാണെങ്കിൽ അപ്പോഴെന്ത് ചെയ്യണമെന്ന് കോടതി തീരുമാനിക്കും. കോടതിക്ക് അങ്ങനെയൊക്കെ തീരുമാനം എടുക്കാൻ പറ്റും. പിന്നെ ഒറ്റ ദിവസം കൊണ്ട് കംപ്ലീറ്റ് വാറ് കൂട്ടിച്ചതാ. പിന്നെയാണിത്. യുവർ ഓണർ, എന്തുകൊണ്ട് ഇവരെ തന്നെ? ഇവർ നൽകിയ പഠന റിപ്പോർട്ടിൽ പല കാര്യങ്ങളും ശരിയാണെന്ന് തോന്നിയത് കൊണ്ട്, ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ വോട്ടിന് വേണ്ടിയോ പണത്തിന് വേണ്ടിയോ അല്ലാന്ന് കോടതിക്ക് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ട്, എബോവ് ആൾ ഇവർ സാധാരണക്കാരാണ്. ദേ റെപ്രസെന്റ്സ് ദ പബ്ലിക്. ഓൾ ദ ബെസ്റ്റ്.